ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചരണ മുദ്രാവാക്യം മാറാത്തത് മാറുമെന്നായിരുന്നു. ഇപ്പോൾ കാണുന്നുണ്ടോ അങ്ങ്? എന്താണ് കാണുന്നുണ്ടോ എന്ന് പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? പക്ഷേ മാറിയില്ലല്ലോ. ഈ വെള്ളപ്പൊക്കം ഇതാ 1 മണിക്കൂർ മഴ പെയ്തതേ ഉള്ളൂ. മുട്ടറ്റം വെള്ളമാണ്. മുട്ടറ്റം വെള്ളം ഇല്ലാതെ പിന്നെ ഈ കാലത്ത് ഇതിനു മുമ്പൊന്നും ഇവിടെ വെള്ളമില്ലായിരുന്നാ? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ? 4 മാസം കൊണ്ട് ഈ കഴിഞ്ഞ 40-50 കിലോമീറ്റർ മൈനർ ഇറിഗേഷന്റെയും മേജർ ഇറിഗേഷന്റെയും കയ്യിലിരിക്കുന്ന തോടുകൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അതിന് കോർപ്പറേഷന്റെ ഓർഡറുകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. ഇനി മറ്റുള്ള മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റും ഇടപെട്ടുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുഴുവനും ആ പ്രശ്നം അവസാനിപ്പിച്ചാൽ മാത്രമേ വെള്ളക്കെട്ട് മാറുള്ളൂ. വർഷങ്ങളായ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് ഉള്ളത്. ഞങ്ങൾ 4 മാസം ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4 മാസം പിടിക്കുമ്പോൾ മാറും. അപ്പോൾ 4 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ ശ്രീ വി രാജേഷ്? 4 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തത്? ഞങ്ങൾ ഓരോ സമയം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഓടകളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. മൈനർ ഇറിഗേഷന്റെ മേജർ ഇറിഗേഷന്റെ തോടുകളാണ് കിടക്കുന്നത്. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, താങ്കളുടെ മാധ്യമ പ്രവർത്തകരെ വിട്ടിട്ട് ഈ തോടുകളുടെയൊക്കെ മൈനർ ഇറിഗേഷന്റെ തോട് ഏതാണ്, മേജർ ഇറിഗേഷന്റെ തോടാണ് ഏതാണ്, PWD വൃത്തിയാക്കിയിട്ട് എവിടെയൊക്കെയാണ്, ഇതിലൊക്കെ ആത്യന്തികമായിട്ട് പരിഹാരം കാണേ വലിയ വലിയ പ്രോജക്റ്റുകളുണ്ട്. ഞങ്ങൾ അതിന്റെ ചർച്ചയിലാണ്. ഒരു മഴ നമുക്കറിയാം. ഇപ്പൊ 1 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്തപ്പോ സ്ഥിതി ഇതാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ശ്രീ വി രാജേഷ്? ഉത്തരവാദിത്വം ആർക്കാണെന്ന് ഇത്രയും കാലം വാർത്ത വായിച്ചത് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 1.5 മാസം കോർപ്പറേഷന്റെ 101 വാർഡുകളിൽ ഞങ്ങൾ ഒരു 102 കോടി രൂപ ചെലവാക്കി അതിന്റെ ഓടകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. പിന്നെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതറിയില്ലേ നിങ്ങൾക്ക്? മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ അവരെ മേധാവികളെ വിളിക്കണം. അവരും വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ എല്ലാം റോഡിന്റെ അവസ്ഥ